14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പരലോകം എവിടെ മുഹമ്മദ് എന്ന് ചോദിച്ചിട്ട് ദുരുമ്പി ദ്രവിച്ചു പോയ ഒട്ടകത്തിന്റെ തോളല്ലെടുത്ത് ഊരിപ്പറുത്തിട്ട് അല്ലാഹുവിന്റെ ഹബീബിനോട് പരലോകം എവിടെ, ഞങ്ങളെ എവിടെയാണ് ശിക്ഷിക്കുകയെന്ന് നെഞ്ചത്തടിച്ചു ചോദിച്ച അബൂജഹലിനോടും ഉത്ബത്തിനോടും ശൈബത്തിനോടുമാണ് അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞത് ലഖദ ഹസാഹും അദ്ദഹും അദ്ദാ. ഓരോരുത്തന്നെ ഈ കണക്കുകൾ എന്റെ കയ്യിലുണ്ട് കേട്ടോ. സൂര്യനെ കൃത്യമായി കിഴക്കിന് ഉദിപ്പിക്കുന്ന പടിഞ്ഞാറ് അസ്തമിക്കുന്ന എനിക്ക്, ഈ ലോകത്തിന് മുഴുവനും അന്നം കൊടുക്കുന്ന എനിക്ക് അപ്രാപ്യമാണെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? ഇല്ല ഇല്ല, എല്ലാവരുടെയും കണക്കുകൾ അല്ലാഹുവിന്റെ മുമ്പിലുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഒരിക്കലും അവസാനിക്കാത്ത ഒരു യാത്രയുടെ നടുവിലാണ് നമ്മൾ. ഒരിക്കലും അവസാനിക്കാത്ത ഒരു യാത്ര, പരലോകത്തേക്കുള്ള യാത്ര. ആ യാത്രയിലെ സ്ഥിതി വിവരക്കണക്കുകളും ബയോഡാറ്റകളും അല്ലാഹുവിന്റെ കയ്യിലിരിക്കെ വെറും കൈയോടെ നമ്മൾ എങ്ങനെയാണ് പടച്ചറപ്പിന്റെ മുമ്പിൽ നിൽക്കുക? എന്റെ അനുജത്തിയതി അവന്റെ നിഘണ്ടുവിലുണ്ട്, അഹമ്മദ് കബീറിന്റെ സ്വഭാവം അവന്റെ നിഘണ്ടുവിലുണ്ട്, എന്റെ രഹസ്യങ്ങൾ റബ്ബിന്റെ ദസ്തറിലുണ്ട്, എന്റെ പരസ്യങ്ങൾ അല്ലാഹുവിന്റെ പക്കലുണ്ട്. ഞാൻ പറഞ്ഞത്, ഞാൻ കേട്ടത് എല്ലാം ജഡ്ജിയുടെ മുമ്പിലെ മഹസറിൽ തയ്യാറാക്കപ്പെട്ടപ്പോ ലോകത്തിന്റെ പരമോന്നത നീതിന്യായ കോടതിയുടെ ചീഫ് ജസ്റ്റിസിന് മുമ്പിൽ എന്റെ സർവ്വ ബയോഡാറ്റകളും രേഖപ്പെടുത്തപ്പെട്ട മഹസറിന്റെ മുമ്പിലിരിക്കെ വെറും കൈയോടെ ഞാൻ എങ്ങനെയാണ് എന്റെ റബ്ബിന്റെ മുമ്പിലേക്ക് പോവുക? ഈ നിവർത്തി വെച്ച കൈവെള്ളയുമായി മുഅ്മിനേ മുഅ്മിനത്തെ പടച്ചവന്റെ മുമ്പിലേക്ക് എങ്ങനെയാണ് കടന്നു പോവുക? ആ ചിന്തകൾ ഹൃദയത്തെ വല്ലാതെ നൊമ്പരപ്പെടുത്തിയപ്പോഴാണ് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ചുട്ടുപടുത്ത് കിടക്കുന്ന മണലാരുണ്യത്തിന്റെ മധ്യത്തിലൂടെ ഒരു ഏകാന്ത പതികൻ നടന്നു പോയത്. പാരാവാരം പോലെ പരന്നു കിടക്കുന്ന ചുട്ടുപടുത്ത മണൽ ഭൂമിയുടെ മുകളിലൂടെ കാലിലൊരു ചെരുപ്പിടാതെ ലോകത്തെ മുഴുവനെ കിടുകിടാവറപ്പിച്ച വില്ലാളി വീരൻ നടന്നു പോയത്. ആ വില്ലാളി വീരന്റെ കയ്യിലൊരു വടി ഉണ്ടായിരുന്നത്രേ. ആ വില്ലാളി വീരൻ ആരെന്നറിയുമോ? ലോകത്തെ കിടുകിടാവറപ്പിച്ച വില്ലാളി വീരൻ. ആ മനുഷ്യൻ മരുഭൂമിയിലൂടെ നടന്നു പോകുമ്പോ അദ്ദേഹത്തിന്റെ കൈ ശൂന്യമായിരുന്നില്ല, കയ്യിലൊരു വടി ഉണ്ടായിരുന്നത്രേ. ആ വടി എടുത്തിട്ട് തന്റെ ഈ ചുട്ടുപടുത്ത മണലിൽ ചവിട്ടിയ കാലിലേക്ക് തന്റെ കയ്യിലിരിക്കുന്ന വടി എടുത്തിട്ടാന്നടിച്ചിട്ട് ഓരോ ചുവട് മണൽ ഭൂമിയിൽ ചവിട്ടി ആ ചുവട്ടിൽ നിന്ന് കാല് പൊന്തി വരുമ്പോ കയ്യിലിരിക്കുന്ന വടി കൊണ്ട് കാൽവെള്ളയിലേക്ക് ആഞ്ഞടിച്ചിട്ട് പറയും, ഉമറേ ഉമറേ. ആരെന്നറിയോ? ആ മനുഷ്യനാണ് കിസ്റ ഭരിക്കും കൈസറും ഞെട്ടുന്നതാ. മിസ്ർ മുഖൗഖിസ് കേട്ടുടൻ വിറയ്ക്കുന്നതാ. കിസ്റ കൈസർ നാമം കേട്ടാൽ ഞെട്ടിവിറക്കുന്ന സയ്യിദുനാ ബില്ലാളി വീരനെ, വീരരിൽ വീരനെ, വീരശൂര പരാക്രമി സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു തന്റെ കയ്യിലിരിക്കുന്ന വടി കൊണ്ട് കാൽപ്പാദത്തിലേക്ക് ആഞ്ഞടിച്ചിട്ട് പറയാണ്, ഉമറേ നീ എവിടേക്കാണ് യാത്ര ചെയ്യുന്നത്? നീ എവിടേക്കാണ് ഓടുന്നത് ഉമറേ? അല്ലാഹുവിനെ സൂക്ഷിച്ചു ഉമറേ. നീ പടച്ചറപ്പിന്റെ മുമ്പിൽ നിൽക്കുമ്പോ ലൗഅതിബന്നക അദാബൻ ശദീദാ മാ ലം യുഅദിബുഹു അഹദൻ മിനൽ ആലമീൻ. ഉമറേ, നാളെ പരലോകത്ത് അല്ലാഹു നിനക്ക് ശിക്ഷ തരും ഉമറേ. അതുപോലൊരു ശിക്ഷ ഈ ലോകത്തൊരു മനുഷ്യനും അല്ലാഹു നൽകുകയില്ല. അത്രമേൽ വേദനാജനകമായ ശിക്ഷ അനുഭവിക്കാനുള്ള ശരീരമാണിതെന്ന് പറഞ്ഞ് മണലാരുണ്യത്തിലൂടെ നടന്നു പോകുമ്പോ കയ്യിലിരിക്കുന്ന വടി കൊണ്ട് സ്വന്തം ശരീരത്തെ അടിച്ചടിച്ചോർമ്മിപ്പിച്ച ഉമറിന്റെ കയ്യിലിരുന്ന വടിയുണ്ടല്ലോ, ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിലിരുന്ന വടി. സഹോദരാ സഹോദരി, മുഅ്മിനേ മുഅ്മിന,
ലൈലത്തെ പടച്ചറപ്പിന്റെ മുമ്പിൽ ഹാജരാക്കപ്പെടുമ്പോ ഉമർ റളിയല്ലാഹുവിന്റെ കയ്യിലിരിക്കുന്ന വടി അല്ലാഹുവിന്റെ മുമ്പിൽ ഹാജരാക്കാനുള്ള പരലോകത്തിന്റെ പാരിതോഷികമാണ്. നീ എവിടേക്കാണ് പോകുന്നത്? നിന്റെ കൈവെള്ളയിൽ എന്താണുള്ളത്? ഏകനായ റബ്ബിനെ കണ്ടുമുട്ടുന്ന ദിവസം, അല്ലാഹുവിന്റെ പ്രിയപ്പെട്ട ഹബീബിന്റെ പ്രിയപ്പെട്ട ഹബീബല്ലയോ, സ്വർഗം കൊണ്ട് മുന്നറിയിപ്പ് നൽകിയ ഉമറല്ലയോ റളിയല്ലാഹു തആല അൻഹു നടന്നു പോകുന്ന വഴിയിൽ കാൽപ്പാദത്തിൽ ആഞ്ഞടിക്കുമത്രേ. ഉമറേ, എവിടേക്കാണ് ഈ യാത്ര? ആ യാത്രയിൽ നിന്റെ കൈവെള്ളയിൽ എന്തുണ്ട് എന്ന് ചോദിച്ച് കയ്യിലൊരു ഉണക്ക വടി സൂക്ഷിച്ചിരുന്നു. നമ്മുടെ കയ്യിലോ? ഉമർ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഈ സ്വകാര്യ നിമിഷത്തെ വല്ലാത്ത വൈകാരികതയോടെ ഒപ്പിയെടുത്തു തന്ന മഹാനായ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ സന്തത സഹചാരി മഹാനായ അബ്ദുറഹ്മാൻ ബിൻ ഔഫ്, മഹാനായ അബ്ദുറഹ്മാൻ ബിൻ ഔഫ്. ഇപ്പൊ എല്ലാം ഇത് ഒന്നേന്ന് തുടങ്ങണം. ഇനി ജുമയ്ക്ക് കൊണ്ടുവരണം, നിസ്കാരത്തിന് കൊണ്ടുവരണം. കൊറോണ വന്നതോടുകൂടി വീട്ടിലെ നിസ്കാരത്തിന് അഫ്ളലിയത്ത് കൂടിയ ഒരു കൗമാണ് നമ്മൾ. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ആമീൻ പറയും മനുഷ്യന്മാരെ, ആമീൻ പറയും മനുഷ്യന്മാരെ. നിങ്ങള് അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ഒരു സന്തത സഹചാരി. ആരാ നമ്മുടെ സന്തത സഹചാരി? ഉമർ റളിയല്ലാഹു തആല അൻഹുവിന്റെ സ്വകാര്യ നിമിഷങ്ങളെ ചേതോഹരമായി മനോഹാരിത പോലെ നമ്മുടെ മുമ്പിൽ വിവരിച്ചു തന്ന ആ യാത്രയിലെ സന്തത സഹചാരി അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു. അദ്ദേഹമാണ് പറയണത്, വിവരിക്കണത്. ഉമർ ആരാ? ആ നാട്ടിലെ ശുജാഴി റളിയല്ലാഹു അൻഹു. സന്തത സഹചാരിയായി യാത്രയിൽ ഒപ്പം കൂട്ടുന്ന ആളാരാ? മദീനയിലെ മില്യണർ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു. മദീനയിലെ ശതകോടീശ്വരൻ. ഉള്ളതെല്ലാം ദീനിനു വേണ്ടി സമർപ്പിച്ച മഹാസഹാബി. ആ സഹാബിയാണ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിന്റെ കൂട്ടുകാരന്റെ സന്തത സഹചാരി. മഹാനവറുകൾ പറയുകയാണ്, ഞാൻ ഉമർ റളിയല്ലാഹു അൻഹു കൂടി യാത്ര പോയി. നമുക്ക് ഒരുങ്ങണ്ട യാത്രയ്ക്ക് വേണ്ടേ മനുഷ്യന്മാരെ? 1 മണിക്കൂറേ വകുള്ളൂ. കോവിഡാനന്തര വകുൾ അങ്ങനെ രൂപപ്പെട്ടിട്ടുണ്ട്. 2.5 മണിക്കൂറൊന്നും അങ്ങനെ അങ്ങോട്ട് ഇരിക്കാൻ പറ്റൂല. ഇനി നമ്മളൊന്ന് പരിചയിച്ചു വരണം. അള്ളാഹു നമുക്ക് ഖൈറിനോടുള്ള പ്രാമുഖ്യം അള്ളാഹു നിലനിർത്തി അനുഗ്രഹിക്കട്ടെ. പഴയ വാളായി വരണമെങ്കിൽ വലിയ പാടാണ്. അള്ളാഹു നമ്മളെ സ്വീകരിക്കുമാറാകട്ടെ. ആമീൻ പറയും മനുഷ്യന്മാരെ. അല്ലാഹു നമ്മളെ സ്വീകരിക്കുമാറാകട്ടെ. അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു പറയാ, ഞാനും ഉമർ റളിയല്ലാഹു അൻഹു കൂടി ചരിത്രത്തിന്റെ അന്വേഷകർ മുഴുവനും അത്ഭുതത്തോടെ നിന്നുപോയ ചില ചരിത്ര മുഹൂർത്തങ്ങളുണ്ട്. ആ ചരിത്ര മുഹൂർത്തത്തിന്റെ അമാനുഷികമായ സംഭവങ്ങളെ ലോകത്തിന് മുമ്പിൽ വരച്ചു കാട്ടിയ ആ സഞ്ചാരപഥങ്ങളിലെ ത്യാഗീവര്യന്മാരായ അന്വേഷകർ അത്ഭുതത്തോടെ നോക്കി നിന്ന ചരിത്രമാണിത്. ഞാനും ഉമർ റളിയല്ലാഹു അൻഹു ആ നാട്ടിലെ വില്ലാളി വീരനായ ചെറുപ്പക്കാരനും ആ നാട്ടിലെ മുതലാളിയും രണ്ടുപേരും കൂടി ആ നാട്ടിലെ ആളുകളെ കബറടക്കുന്ന ഖബർസ്ഥാനിലേക്ക് പോയി. ഇശാ നമസ്കാരം കഴിഞ്ഞിട്ട് ഉമറിനോട് പറഞ്ഞു, ഇബ്നു ഔഫ്, നമുക്കൊരു സ്ഥലം വരെ പോവാം. എവിടേക്കാണെന്നറിയോ? നാട്ടിലെ ഏറ്റവും വലിയ സമ്പന്നനെ വിളിക്കുന്നത് നൈനിറ്റാളിലേക്കല്ല, ചിറാപുഞ്ചിയിലേക്കല്ല, സിംലയുടെ മനോഹാരിതയിലേക്കല്ല, അങ്ങകലെ ചിറാപുഞ്ചിയുടെ വന്യതകളിലേക്കോ കാശ്മീരിന്റെ മനോഹാരിതയിലേക്കോ അല്ല. അള്ളാന്റെ ഹബീബ് കൊളുത്തിക്കൊടുത്ത നൂറിന്റെ ഇൽമിന്റെ പ്രകാശത്തെ ഹൃദയത്തിലോട്ട് ചേർത്ത് വെച്ച ഉമ്മത്തു മുഹമ്മദിയ്യ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവര് വിളിച്ചത് ഇബ്നു ഔഫ്, സമ്പന്നനായ ഇബ്നു ഔഫ്, മദീനത്തെ പള്ളിയുടെ ഇശാ നമസ്കാരം കഴിഞ്ഞ് നമുക്കൊരു സ്ഥലത്തേക്ക് പോവാം. എവിടേക്കെന്നറിയോ? ആ നാട്ടിലെ ആളുകളെ കബറടക്കുന്ന ഖബർസ്ഥാനിലേക്ക് പോയി. ഓരോ ഖബറിന്റെ മുമ്പിൽ കണ്ണുനീരണിഞ്ഞു നിൽക്കുന്ന ഉമറിനെ ഞാൻ കണ്ടു റളിയല്ലാഹു തആല അൻഹു. ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു കൂട്ടുകാരൻ രേഖപ്പെടുത്തുകയാ, കുറെ കഴിഞ്ഞ് ഞാൻ നോക്കുമ്പോ അവിടെ ഉമറിനെ കാണുന്നില്ല.
എന്റെ കൂടെ യാത്രയ്ക്ക് വിളിച്ചിട്ട് എന്നെ കൂട്ടിയിട്ട് മനുഷ്യരുടെ കബറടക്കപ്പെട്ട ഈ ഖബർസ്ഥാനിലേക്ക് വന്ന എന്റെ ഉമറവിടെ, എന്റെ കൂട്ടുകാരനെ വിടെ, എന്റെ സന്തത സഹചാരിയെ വിടെ. ഉമർ റളിയല്ലാഹു അൻഹുവിനെ കാണാതെ ഖബർസ്ഥാനിലൂടെ ഞാൻ അന്വേഷിച്ചു നടന്നു. മുഅ്മിനേ മുഅ്മിനത്തെ, സമകാലീന ലോകത്ത് ഇങ്ങനെ ഒരു ചിത്രത്തെ നമുക്ക് സമീപിക്കാൻ കഴിയുമോ? അങ്ങനെ ഞാൻ പോയി നോക്കുമ്പോ ഉമർ റളിയല്ലാഹു തആല അൻഹുവിനെ കണ്ടത് എവിടെയെന്നറിയോ? അന്നെങ്ങാനും മരണപ്പെട്ടു പോയ ഒരാളെ കബറടക്കാൻ വേണ്ടി ഒരു കബർ കുഴിച്ചിട്ടിട്ടുണ്ടായിരുന്നു. ആ കബറിന്റെ ഉള്ളിലേക്ക് ഇറങ്ങി കിടന്നിട്ട് അവിടെ കിടന്ന് വാവിട്ട് നിലവിളിക്കുന്ന ഉമറിനെയാണ് ഞാൻ കണ്ടത്. ഓടിച്ചവന് ഞാൻ വിളിച്ചു, യാ സയ്യിദി, യാ സയ്യിദി, എന്താണിതെന്ന് ചോദിക്കവേ ോട് ചോദിച്ചു, കൂട്ടുകാരാ, എങ്ങനെയാണ് ഞാൻ ഒറ്റയ്ക്കെന്റെ റബ്ബിന്റെ പരലോകത്തേക്ക് പോവുക എന്ന് ചോദിച്ച് ഖബറിന്റെ ഉള്ളിൽ കടന്ന് പോകാനുള്ള യാത്രയുടെ മുന്നൊരുക്കത്തിന് വേണ്ടി വിലപിച്ച മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല. ഞാനേറെ ഒരു ചരിത്രത്തെ നീട്ടിപ്പരത്തി പറയാനല്ല, സമകാലീന ലോകത്തിന്റെ അപഥസഞ്ചാരത്തിലൂടെ നാം ഇങ്ങ് വെള്ളം പോകുന്ന വടിയെ മീനുമെന്ന രീതിയിൽ ഗതാനുഗതികത്വത്തിന്റെ വടിയിലൂടെ നാം ഇങ്ങനെ സഞ്ചരിച്ചു പോകുമ്പോ സഹോദരാ സഹോദരി മനസ്സിൽ ചിന്തിക്കണ്ടേ, എന്റെ ഹൃദയം നന്നാവണ്ടേ, എന്റെ നന്മകളിൽ റബ്ബിലേക്ക് തിരിച്ചു പോകണ്ടേ. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. നാളത്തേക്കുള്ള യാത്രയിൽ പടച്ചറപ്പിന്റെ മുമ്പിൽ എണ്ണി തിട്ടപ്പെടുത്ത ലിസ്റ്റിൽ നമ്മളുമുള്ളപ്പോ അള്ളാഹുവിന്റെ മുമ്പിലേക്ക് പോകുമ്പോ കൈവെള്ളയിൽ എന്തെങ്കിലും ഉണ്ടാവണ്ടേ? ആ കൈവെള്ളയിൽ ഉണ്ടാകേണ്ടത് എന്തെന്നറിയുമോ? നാളെ പരലോകത്തിന്റെ യാത്രയിൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട ഏറ്റവും കനപ്പെട്ട പാതയമേതെന്നറിയോ? ആ പാതയം മറ്റൊന്നുമല്ല, മുഹമ്മദുർ റസൂലുള്ളാഹ്, ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ. നമ്മുടെ കൈവെള്ളയിൽ ഉണ്ടാവണം, നമ്മുടെ കൽബിൽ ഉണ്ടാകണം മുസ്തഫ. നമ്മുടെ കൈവെള്ളയിൽ ഉണ്ടാകണം മുസ്തഫ, നമ്മുടെ കനവിൽ ഉണ്ടാകണം മുസ്തഫ, നമ്മുടെ കരളിൽ ഉണ്ടാവണം മുസ്തഫ, നമ്മുടെ എല്ലാ കഥകളിലും നിറഞ്ഞു നിൽക്കണം മുസ്തഫ. വെറുതെയല്ല സഹോദര പറയുന്നത്, മദീനത്തെ പള്ളിയിലിരിക്കുന്ന മുസ്തഫായ നബി തങ്ങളുടെ അടുക്കൽ വന്നിട്ടല്ലേ ഒരാള് ചോദിച്ചത്, യാ റസൂലല്ലാഹ്, എപ്പോഴാണ് ലോകം അവസാനിക്കുക? എപ്പോഴാണ് ലോകം അവസാനിക്കുക? എപ്പോഴാണ് ഈ ലോകം അവസാനിക്കുക? എപ്പോഴാണ് മനുഷ്യന്മാരെ ലോകം അവസാനിക്കുക? ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്നൊരു സഹാബിയുടെ ചോദ്യമാണ്, എപ്പോ തീരും നബിയെ ഉലകം? എപ്പോഴാ അവസാനിക്കുക? അധികാലണ്ട, അത്ര വലിയ ഒരു ദൂരമൊന്നും അളക്കണ്ടാത്ത ഒരു കാലത്തേക്ക് നമ്മൾ എത്തിച്ചേർന്നു. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ആമീൻ പറയ്. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ആ സമയത്താണ് ലോകത്തിന്റെ കൂരിരുട്ടിന്റെ ഉള്ളിൽ വെളിച്ചത്തിന്റെ ദീപശില കൊളുത്തിക്കൊടുത്ത അന്ധകാരത്തിൽ നിന്ന് ആത്മീയതയുടെ വിളക്കുമാടത്തിലേക്ക് ദീപപ്രകാശത്തെ കൊളുത്തിക്കൊടുത്ത ഹിദായത്തിന്റെയും നുബൂവത്തിന്റെയും നായകനെ നബിയുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ചത്, സഹാബി എപ്പോഴാണ് ലോകം അവസാനിക്കുന്നതെന്നല്ലേ ചോദ്യം. ഒരു മറു ചോദ്യം ചോദിക്കട്ടെ, ആ ലോകം അവസാനിച്ചു പരലോകത്തേക്ക് പോയാൽ പരലോകത്തിനു വേണ്ടി എന്താണ് നീ മാറ്റിവെച്ചത്? അവിടത്തേക്കുള്ള യാത്രയിൽ നിനക്കെന്താണ് ജീവിതത്തിൽ ബാക്കിയുള്ളത്? പ്രവാചക പുങ്കവരുടെ അനുയായിയുടെ മറുപടി കൃത്യമായൊരു മറുപടി കൊടുത്തു, യാ റസൂലല്ലാഹ്, അല്ലാഹു വറസൂലു, ഞാൻ എന്റെ പരലോക ജീവിതത്തിലേക്ക് മാറ്റിവെച്ച സമ്പത്ത് ഏതെന്നറിയോ? അല്ലാഹും അവന്റെ തിരുദൂതരുമാണ് ഹബീബേ. സുബ്ഹാനല്ലാഹ്, സുബ്ഹാനല്ലാഹ്.
ചോദ്യവും മറുപടി ഒരേപോലെ വന്നു. ഞാൻ മാറ്റിവെച്ചത് പരലോകത്തേക്ക് മാറ്റിവെച്ചത് അള്ളാഹുവിനെയും അവന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിനെയും അവന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമാണ്. അപ്പൊ ഒരു കാര്യം ഉറപ്പിച്ചു വെച്ചോളീൻ, പരലോക യാത്രയിലെ ഏറ്റവും ശക്തമായ ഭക്ഷണവും പാതയവും അള്ളാഹും അവന്റെ ഹബീബുമാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു നമുക്കത് നൽകട്ടെ. ആമീൻ പറയ്. ഇങ്ങോട്ട് നോക്കണ്ട, വിഷയം മനസ്സിലാവണുണ്ടോ? പരലോകത്തേക്ക് സർവ്വ കണക്കുകളും രേഖപ്പെടുത്തിയ ജഡ്ജിയുടെ മുമ്പിലേക്ക് പോകുമ്പോ കൈവെള്ളയിലുണ്ടാകേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട സമ്പത്ത് അല്ലാഹും അവന്റെ ഹബീബുമാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിനെയും അവന്റെ റസൂലിനെയും കൽബിലേക്ക് കയറ്റിക്കൊള്ളൂ. ഇൻഷാ അല്ലാഹ് പരലോകത്ത് വിജയമുണ്ടാകും. അപ്പൊ അല്ലാഹുവിന്റെ മുമ്പിൽ പോകുമ്പോ നമ്മൾ എന്താ പറയേണ്ടത്? പരലോകത്ത് പടച്ചിറപ്പിന്റെ മുമ്പിൽ പോകുമ്പോ ആ സമയത്ത് നമ്മൾ പറയണ്ടേ, നിങ്ങളുടെ കൈവെള്ളയിലെ ഹബീബുണ്ടോ? അപ്പൊ പറയണം, യാ റസൂലല്ലാഹ്, ഈ ജീവിതത്തിന്റെ 10-60 വർഷത്തെ തിരക്കിന്റെ ഇടയില് ഞങ്ങൾ പരലോകത്തിന് വേണ്ടി മാറ്റിവെച്ച ഒന്നുണ്ട്. ആ ഒന്ന് അങ്ങയെ കുറിച്ച് പറഞ്ഞതാണ് നബിയേ. വല്ലപ്പുഴ ദാറുൽ നജാത്തിൽ നടക്കുന്ന മജ്‌ലിസ് നൂറിൽ ഞങ്ങൾ മാസാമാസങ്ങളിൽ പങ്കെടുത്തവരാ. അവിടെ ഒരുമിച്ച് കൂടിയിട്ട് ഞങ്ങൾ പറഞ്ഞിരുന്നറിയോ? അബ്ദഉ ബിസ്മിൽ വാഹിദി ഹംദല്ലഹു ബിൽ ആബിദി സല്ലല്ലാഹു മുഹമ്മദി വൽ ആലി വസലാമുല്ലാഹ് ലാ ഇലാഹ. ഉറക്കവോത് മനുഷ്യന്മാരെ, ലാ ഇലാഹ ഇല്ലല്ലാഹു. ഈ കൈവെള്ളയിൽ ഒന്നുമില്ല, കൽബിൽ ഒന്നുമില്ല. ഇഖ്ലാസോടെ പാണക്കാട് പൂമുത്ത് നമ്മുടെ കയ്യിലെത്തുന്ന മജ്‌ലിസുൻ നൂർ എന്താണത്? ഹബീബിനോടുള്ള ഹുബ്ബാൻ. ആ ചുറ്റുഭാഗത്ത് കൽബും കരളും കൊടുത്ത് വാള് കയ്യിൽ പിടിച്ചിട്ടല്ല, ഊരമ്പുകൾ പാഞ്ഞു വന്നപ്പോ നെഞ്ച് പിളത്തി കാണിച്ചിട്ട് എന്റെ നെഞ്ചത്ത് തറച്ചിട്ട് മതി എന്റെ ഹബീബിന്റെ ഭൂമേനിയിൽ അമ്പ് തൊടാനെന്ന് പറഞ്ഞ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ റിജാലുൻ ഹൗല റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബിന് ചുറ്റുഭാഗത്ത് പ്രതിരോധം തീർത്ത അല്ലാഹുവിന്റെ ഹബീബിന്റെ പിന്നാളുകളെ കുറിച്ച് പറഞ്ഞ സദസ്സാണിത്. റബ്ബിനോട് പറയാം, അല്ലാഹുവേ, ആയുസ്സിന്റെ അശ്ലീലതകൾ കൊടുവിൽ ഞങ്ങൾ ഒരുമിച്ച് നൽകി പറഞ്ഞതെല്ലാം നിന്റെ ഹബീബിനെ കുറിച്ചിട്ടാണ്. മുഹമ്മദുർ റസൂലുള്ളാഹി വല്ലദീന മഅഹു അശിദ്ദാഉ അലൽ കുഫാരി റുഹമാഉ ബൈനഹും തറാഹും റുക്അൻ സുജദാ യബ്തഗൂന ഫളിലൻ മിനല്ലാഹി വറിദ്വാനാ. നാളെ പരലോകത്തേക്ക് കയ്യിൽ പാണക്കാട് പൂമുത്ത് നമുക്ക് മന്ത്രിച്ചു തന്ന സ്വത്താണ് മജ്‌ലിസുൻ നൂർ. ഒന്നും പാഴാവില്ല. അല്ലാഹു ഇതിനെ നിത്യമാക്കാൻ തൗഫീഖ് നൽകട്ടെ. ആമീൻ പറയും മനുഷ്യന്മാരെ, ആമീൻ പറയും മനുഷ്യന്മാരെ. മുഹമ്മദുർ റസൂലുള്ളാഹി, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, വല്ലദീന മഅഹു, ആ ഹബീബിന്റെ ചുറ്റുഭാഗത്ത് നിലയുറപ്പിച്ച ഒരു ഉമ്മത്തുണ്ട്. റിജാലുൻ ഹൗല റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂലിന്റെ ചുറ്റുഭാഗത്ത് നിലയുറപ്പിച്ച ആൺകുട്ടികൾ. ഹംസത്തുൽ ഖറാർ, ഹംസത്തുൽ ഖറാർ റളിയല്ലാഹു അൻഹു, തൽഹത്ത് ബിൻ ഉബൈദില്ലാ റളിയല്ലാഹു തആല. ഹബീബേ, രാത്രിയിൽ മണലാരുണ്യത്തിൽ അള്ളാന്റെ ഹബീബ് കിടന്നുറങ്ങുമ്പോ ഉത്തറസൂല് കണ്ണുപൂട്ടുമ്പോ എന്റെ കണ്ണടയാനോ എന്ന് പറഞ്ഞു ഉരുപ്പിടിച്ച വാളുമായി കണ്ണു തുറന്ന് ലോകത്തിന്റെ വെളിച്ചത്തിന് കാവൽ നൽകുന്ന ഒരു ആൺകുട്ടികളുടെ സമൂഹമുണ്ട്. ആ സമൂഹത്തിലേക്ക് നാം തിരിച്ചു നടന്നാൽ പരലോകത്തേക്കുള്ള യാത്ര ഏറ്റവും ഖൈറാണ്. അല്ലാഹു നമ്മളെ ആ കൂട്ടത്തിലാക്കട്ടെ. ആമീൻ പറയ്. അല്ലാഹു നമ്മളെ ആ കൂട്ടത്തിലാക്കട്ടെ.
അല്ലാഹു നമ്മളെ അക്കൂട്ടത്തിൽ പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അതിനെന്ത് ചെയ്യണമെന്നറിയോ? മജ്ലിസുൻ നൂറിനെ നമ്മുടെ ഹൃദയത്തിന്റെ പ്രകാശമായി അവരെങ്ങനെയാണോ, അവർ ഏതിലാണോ വ്യാപൃതരായത് അതിൽ നമ്മൾ വ്യാപൃതരാവണം. ഇൻഷാ അല്ലാഹ് അങ്ങനെ ആവൂലേ? ഇൻഷാ അല്ലാഹ് അങ്ങനെ ആവൂലേ? എന്താ നിങ്ങളൊന്നും പറയാത്തത്? എന്താ നിങ്ങളൊന്നും പറയാത്തത്? മജ്ലിസുൻ നൂർ നമ്മൾ പാടുന്നത് ഹബീബായ നബി തങ്ങളെ കുറിച്ചാണ്. പിന്നീട് പറയുന്നത് അസ്ഹാബുൽ ബദറിനെ കുറിച്ചിട്ടാണ്. അവര് രണ്ടുപേരും അങ്ങനെ ആവാനുള്ള കാരണമെന്ന് ഖുർആൻ പറയുമ്പോ അവരെ കുറിച്ച് പറഞ്ഞപ്പോൾ ഖുർആൻ ഒരു 4 കാര്യങ്ങൾ പറയുന്നുണ്ട്. ആ 4 കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കണം. ഇൻഷാ അല്ലാഹ് ഞാൻ വെറുതെ ഒരു പ്രസംഗം നടത്താനല്ല. മജ്ലിസുൻ നൂർ നമ്മൾ പാടുന്നു, പറയുന്നു, എല്ലാം കഴിയുമ്പോൾ അവരുടെ ജീവിതം നമ്മുടെ ജീവിതമായി മാറിയാൽ ഇൻഷാ അല്ലാഹ് ഇന്നത്തെ 1 മണിക്കൂർ മീസാൻ എന്ന ത്രാസിലെ ഏറ്റവും നല്ല ഭാരമാണ്. ആ 4 കാര്യം ഞാൻ പറഞ്ഞുതരാം, നിങ്ങൾ ചെയ്യൂ. ഖൽബിന്റെ ഉള്ളിൽ തബീബാണ്, ഖൽബിന്റെ ഉള്ളിൽ റസൂലാണ്, ഖൽബിന്റെ ഉള്ളിൽ സയ്യിദാണ്. എന്റെ ഖൽബിന്റെ ഉള്ളിൽ മുത്തു മുഹമ്മദാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ചുണ്ടിലെപ്പോഴും തത്തിക്കളിക്കുന്നത് സലാത്ത്, ഖൽബിലെപ്പോഴും നിർവൃതി തരുന്നത് ഹബീബിനെ കുറിച്ചുള്ള ഓർമ്മയാവണം. നമ്മുടെ കാലുകളെ എപ്പോഴും ചലിപ്പിക്കുന്നത് മദീനയിലേക്കുള്ള പാതയാവണം. നമ്മുടെ പുഞ്ചിരി മുഴുവനും എന്റെ ഹബീബിന്റെ പുഞ്ചിരി പോലെയാവണം. നമ്മുടെ ജീവിതത്തിന്റെ അടക്കവും മനക്കവും ചെട്ടയും നിശ്ചട്ടയും വികാരവും വിചാരവും എന്റെ ഹബീബിന്റെ ചാരത്തേക്കാവണം. എന്റെ ഹബീബിന്റെ ചാരത്തേക്ക് എനിക്ക് നടക്കണം. എനിക്കിനി ഉലകനായകനെ കാണണ്ട, എനിക്ക് ഇതിഹാസ നായകന്മാരുടെ പുറകെ പോകണ്ട. എയ്ഡ്സും എബോളയും പിടിച്ച് ലോകത്ത് നിന്ന് ചത്തുപോയ ആളുകളുടെ ഛായാചിത്രങ്ങൾ എന്റെ വീടിന്റെ ചുമരിൽ വേണ്ട. എന്റെ കൽബിന്റെ ചുമരിന്റെ ഉള്ളിൽ ആമിനയുടെ മുത്ത്, മദീനയുടെ സത്ത്, മക്കയുടെ രാജകുമാരൻ സിറാത്തിന്റെ പാലത്തിൽ എന്റെ കൈ പിടിച്ച് എന്നെ ആനയിച്ചു സ്വർഗത്തിലെത്തും വരെ എന്നെ കുറിച്ച് ഹൃദയം വേദനിച്ച എന്റെ പ്രിയപ്പെട്ട ഹബീബ്, എന്റെ പ്രിയപ്പെട്ട ഹബീബ്, എന്റെ പ്രിയപ്പെട്ട ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ, നബി മുഹമ്മദ് മുസ്തഫ. മുഅ്മിനെ മുഅ്മിനത്തെ എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, ഖൽബിലേക്ക് മുഹമ്മദുർ റസൂലുള്ളാഹ് അല്ലാഹുവിന്റെ ഹബീബ് ചേർന്നിരിക്കട്ടെ. നിങ്ങളുടെ പ്രണയം ഹബീബിനോടാകട്ടെ. എന്റെ മുഅ്മിനത്തുകളായ പെൺകുട്ടികളോട് നിങ്ങളുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ പ്രിയപ്പെട്ട ഹബീബ് കടന്നു വരട്ടെ. നിങ്ങളുടെ പ്രണയം ഹബീബിനോടാകട്ടെ. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ആ പ്രണയം വല്ലാത്ത പ്രണയമാണ്. ഖദീജ റളിയല്ലാഹു അൻഹയും ഹബീബും തമ്മിലുള്ള പ്രണയം ഭാര്യയും ഭർത്താവും തമ്മിലുള്ള പ്രണയം മാത്രമല്ല. ആണോ? അങ്ങനെയാണോ? അതൊരു ഭാര്യ ഭർത്തൃ പ്രണയം മാത്രമാണെങ്കിൽ അത് ഇത്രമേൽ മനോഹരമാവില്ല. അത് അള്ളാഹു തനിക്ക് തന്ന നൂറിനെ ഖദീജ റളിയല്ലാഹു തആല കൽബിലേക്ക് ചേർത്ത് വെച്ചപ്പോണ്ടായ പ്രണയമാണ്. 25-ാമത്തെ വയസ്സിൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തീരുമാനിച്ച് മുൻകൈയെടുത്ത് നടത്തിയ കല്യാണമാണ് ഖദീജ റളിയല്ലാഹു അൻഹ. 40-ാമത്തെ വയസ്സിൽ തന്റെ നുബൂവത്ത് കടന്നു വരുന്ന കാലത്ത് തന്റെ കൂടെ നിന്ന പ്രണയിനി ആ പ്രിയപ്പെട്ട ഭാര്യയായിട്ട് മാത്രമല്ല, ഖദീജ റളിയല്ലാഹു തആല അല്ലാഹുവിന്റെ ഹബീബിനെ ഹൃദയത്തിലോട്ട് ചേർത്ത് വെച്ചപ്പോ അതൊരു ഭർത്താവ് മാത്രമായിരുന്നില്ല. ഖദീജ റളിയല്ലാഹു അൻഹയെ അല്ലാഹുവിന്റെ റസൂല് സിറാത്തിൽ തന്റെ കൈപിടിക്കുന്ന നായകനായിരുന്നുവല്ലോ. മീസാൻ എന്ന ത്രാസിലെ ഭാരമായിരുന്നല്ലോ. അങ്ങകലെ സ്വർഗത്തിലേക്കുള്ള വാതിലായിരുന്നുവല്ലോ. ഖദീജ റളിയല്ലാഹു അൻഹയോട് പലപ്പോഴും അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു കൊടുത്തത്, ഖദീജ, നമ്മൾ നമ്മുടെ ഭാര്യയോട് പറയുന്നത് പോലെ ഞാൻ നിന്റെ മക്കളുടെ ഉപ്പയാണടേ, ഞാൻ നിനക്ക് കഷ്ടപ്പെട്ട് സമ്പാദിച്ചു തരുന്ന ഭർത്താവാണടേ, അതുകൊണ്ട് എന്നോട് വഴിപ്പെടണേ, എന്നെ സ്നേഹിക്കണേ എന്ന് പറഞ്ഞതുപോലെയല്ലോ ഖദീജ റളിയല്ലാഹു അൻഹയോട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത്. ഖദീജ, ഞാൻ ഫാത്തിമയുടെ ഉപ്പയാണെന്നല്ല,
നാളെ സ്വർഗത്തിന്റെ വാതിലിൽ ആദ്യം മുട്ടാൻ അനുമാനം കിട്ടുന്ന ആള് ഞാനാണെന്നാണല്ലോ അള്ളാന്റെ ഹബീബ് പറഞ്ഞു കൊടുത്തത്. അപ്പോഴാണല്ലോ ഖദീജ ബീവി പറഞ്ഞത്, യാ റസൂലല്ലാഹ്, അക്കൂട്ടത്തിൽ അങ്ങയുടെ പുറകില് ഖദീജ ഉണ്ടാകുമോ? മുഅ്മിനത്തെ നിങ്ങൾക്ക് വേണ്ടി ഏറെ പറഞ്ഞില്ലെന്ന പരാതിയും പരിഭവങ്ങളും വേണ്ട. അള്ളാന്റെ ഹബീബിനെ ഒരു ഭർത്താവിനപ്പുറം ഹൃദയത്തിലേക്ക് കൂടുകൂട്ടിയ സിറാത്തിന്റെ നായകനാക്കിയപ്പോഴാണ് അള്ളാഹുവിന്റെ ഹബീബിന്റെ പ്രിയപ്പെട്ട ഭാര്യ ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളുടെ നേതാവായത്. അതുകൊണ്ട് പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, ഹൃദയത്തിന്റെ ഉള്ളിലേക്ക് അള്ളാഹുവിന്റെ ഹബീബിനെ കൊണ്ടുവന്നിട്ട് ഇനി എന്റെ ഹബീബ് ജീവിച്ചതുപോലെ എനിക്ക് ജീവിക്കണം. ഉമറിനെ എങ്ങനെയാണോ നുബുവത്തിന്റെ പ്രകാശവലയത്തിന്റെ ഉള്ളിലാക്കിയത്, കാട്ടാളനായ ഉമറിനെ എങ്ങനെയാണോ നുബുവത്തിന്റെ പ്രകാശവലയത്തിലിട്ട് എന്റെ പ്രിയപ്പെട്ട ഹബീബ് ലോകത്തിന്റെ വെളിച്ചത്തിന്റെ ഗോപുരമാക്കിയത്, അതുപോലെ എനിക്കും എന്റെ ഹബീബിന്റെ വെളിച്ചത്തിലേക്ക് വിലയം പ്രാപിക്കണം. എനിക്കെന്റെ ഹബീബിന്റെ നൂറിലേക്ക് അരിഞ്ഞു ചേരണം. എനിക്കെന്റെ പ്രിയപ്പെട്ട ഹബീബിന്റെ മഅരിഫത്തിന്റെ നുബുവത്തിന്റെ നൂറിലേക്ക് എന്റെ വിമലീകരിക്കപ്പെട്ട ഹൃദയത്തെ ചേർത്ത് വെക്കണം. ഇനി എനിക്ക് തെറ്റുകളില്ല, ഇനി എനിക്ക് പാപങ്ങളില്ല, ഇനി എന്റെ ജീവിതത്തിൽ വേണ്ടാത്തതൊന്നുമില്ല. ഉമറിന്റെ ഹൃദയത്തിലേക്ക് പ്രകാശം കൊടുത്ത ഹബീബ് മക്കയിൽ നിന്ന് ശാമിലേക്ക് കച്ചവടക്കാര് പോകുമ്പോ ആ കച്ചവടക്കാരെ പിടിച്ചു നിർത്തിയിട്ട് തലയെറുത്ത് കൊടുത്ത ഗിഫാർ ഗോത്രത്തിന്റെ നേതാവായിരുന്ന അബൂദറുൽ ഗിഫാരി എന്ന കാട്ടാളനായ മനുഷ്യന്റെ ഹൃദയത്തിലേക്ക് വെളിച്ചം കൊടുത്ത തബീബേ, പാപങ്ങൾ കൊണ്ട് പങ്കിലമായ എന്റെ ഹൃദയത്തിലേക്ക് അവിടുത്തെ നൂറൊന്നു തരുമോ? അവിടുത്തെ പ്രകാശം ഒന്ന് തരുമോ? അവിടുത്തെ കേൾക്കുന്നു ചേരാൻ എനിക്കൊരവസരം തരുമോ? എന്റെ പ്രിയപ്പെട്ട യുവത്വത്തിന്റെ ചേതനയോട് ഓർമ്മിപ്പിക്കുകയാ, അല്ലാഹുവിന്റെ റസൂലിന്റെ വെളിച്ചമല്ലാതെ നമുക്കൊരു വെളിച്ചം വേണ്ട. ആ വെളിച്ചമാണ് മജ്ലിസുൻ നൂർ. അവിടെ നിന്നാണ് ഹബീബിന്റെ വെളിച്ചം കിട്ടുന്നത്. അല്ലാഹു നമ്മളെ ആ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദര, പ്രണയത്തിന്റെ കാവ്യം രചിക്ക് അല്ലാഹുവിന്റെ ഹബീബിനോട് ചെന്നിട്ട് പറ, നമ്മുടെ ഹൃദയം മദീനയിലേക്ക് തുറക്ക്. തങ്ങളെ ഹൃദയത്തിന് മദീന കൊണ്ടുവാ. ലോകത്തുള്ള മുഴുവൻ ബോളിവുഡിനെയും ഹോളിവുഡിനെയും സിനിമാ താരങ്ങളെ മറികടക്കട്ടെ. കണ്ട അശ്ലീലങ്ങളൊക്കെ കണ്ണിന്റെ വലയത്തിൽ നിന്ന് മാറ്റപ്പെടട്ടെ. ഇതേവരെ ഹൃദയത്തിൽ സ്വാധീനം ചെലുത്തിയവരെയൊക്കെ മാറ്റി നിർത്ത്. എന്നിട്ട് കൽബിന്റെ ഉള്ളിലേക്ക് ഹബീബിനെ കൊണ്ടുവാ. എന്നിട്ട് വല്ലപ്പുഴയിൽ എന്നെ കേൾക്കാനെത്തിയ സഹോദരാ സഹോദരി, മദീനയിലേക്ക് തിരിഞ്ഞു നിന്നിട്ട് പറ, യാ റസൂലല്ലാഹ് വയാ ഹബീബല്ലാഹ്. മിസ്കീനാണ് അഹ്മദ് കബീർ, മിസ്കീനാണ് അബ്ദുറഹ്മാൻ, മിസ്കീനാണ് മുഹമ്മദ് അലി. നബിയെ, നിങ്ങൾ ഈ ലോകത്തിന്റെ സർവ്വ അനുഗ്രഹങ്ങളും കണ്ടു, സർവ്വതും നിങ്ങൾ ആസ്വദിച്ചു തിരുദൂതരെ. പക്ഷേ ഹബീബായ നബിയെ, പാതിരാവിന്റെ നിശബ്ദതയിലും മദീനത്തെ മരം കോച്ചുന്ന തണുപ്പത്ത് തഹജ്ജുദ് നിസ്കരിക്കാനെന്ന് വരുമ്പോ വെള്ളവുമായി കാത്തു നിന്ന മഹാനാവാൻ ഞങ്ങൾക്ക് കഴിഞ്ഞില്ല യാ റസൂലല്ലാഹ്. അങ്ങ് പള്ളിയിലേക്ക് നിസ്കരിക്കാൻ വരുമ്പോ അങ്ങയുടെ കൈ പിടിച്ചൊന്നാമത്തെ സഫിലേക്ക് കൊണ്ടുവന്ന് നിർത്തിയിട്ട് ഇക്കാമത്ത് കൊടുക്കുന്ന കരകരുത്ത ബിലാലാവാൻ കഴിഞ്ഞില്ല നബിയേ. അങ്ങയുടെ ചെരുപ്പും കയ്യിൽ പിടിച്ച് നിഴല് പോലെ നടന്ന ഇബ്നു മസ്ഊദ് ആകാൻ അഹ്മദ് കബീറിന് കഴിഞ്ഞിട്ടില്ല യാ റസൂലല്ലാഹ്. ഹബീബേ ഹബീബേ, കുറവുകളുണ്ട് എനിക്ക്, അള്ളാന്റെ ദീനിന് ആവശ്യമുണ്ടെന്ന് പറഞ്ഞപ്പോ ഈത്തപ്പഴത്തോട്ടം കൊണ്ടുവന്ന അങ്ങയുടെ സമക്ഷത്തിൽ വെച്ച് നബിയേ, എന്റെ കയ്യിൽ ഇതേ ഉള്ളൂ എന്ന് പറഞ്ഞ് മദീനത്തെ സദസ്സിൽ അങ്ങയുടെ മുമ്പിൽ കൊണ്ടുവന്ന അബ്ദുറഹ്മാൻ ഇബ്നു ഔഫിന്റെ സമർപ്പണം എന്റെ ഹൃദയത്തിൽ ഇല്ല നബിയേ, എന്റെ ഹൃദയത്തിൽ ഇല്ല നബിയേ.
ഉഹദിന്റെ രണാങ്കണത്തിൽ അങ്ങയുടെ കൂരമ്പുകൾ പാഞ്ഞു വന്നപ്പോ ആ സമയത്ത് നെഞ്ചും വിടത്തിക്കൊണ്ടുവന്ന് വിഷമൂട്ടപ്പെട്ട അമ്പുകളെ ഹൃദയത്തിലേക്ക് ചേർത്ത് വെച്ചിട്ട് എന്റെ നെഞ്ചകത്ത് രക്തത്തിന്റെ പ്രവാഹം ഉണ്ടാകുമ്പോ എന്റെ ഹബീബിന്റെ രോമത്തിന് തൊടാൻ കഴിയില്ലെന്ന് പറഞ്ഞ് നെഞ്ചകം അങ്ങയുടെ മുമ്പിൽ പരിചയാക്കി മാറ്റിയ മഹാനായ തൽഹത്ത് ബിൻ ഉബൈദില്ലാഹ്, മഹാനായ തൽഹ റളിയല്ലാഹു തആല അൻഹു ആകാനും എനിക്ക് കിടിഞ്ഞില്ല. ശത്രുക്കളുടെ കൂരമ്പുകളേറ്റ് അങ്ങയുടെ മനസ്സ് പിടയുമ്പോ ആരുണ്ടടാ എന്ന മകനോട് ചോദിക്കാനെന്ന് പറഞ്ഞ് കുട്ടൽമാലകൾ പിച്ച് ചിന്തപ്പെട്ട ഹംസത്തുൽ കറാറാവാൻ ഞങ്ങൾക്ക് കഴിയില്ല നബിയേ. പക്ഷേ ഞങ്ങൾക്ക് പറയാനൊന്നു മാത്രമേ ഉള്ളൂ. അബ്ദു ബിസ്മിൽ വാഹിദി ഹംദൽ ലഹു ബിൽ ആബിദി. നബിയെ, ചുറ്റുഭാഗത്തിരുന്ന് അങ്ങയുടെ കുടുംബ പരമ്പരയുടെ ചാരത്തിരുന്ന് രാത്രികളിൽ ഞങ്ങൾ മജ്‌ലിസുൻ നൂർ ചൊല്ലിയിട്ടുണ്ട്. സ്വീകരിച്ചാലും തിരുദൂതരെ എന്ന് പറയാൻ കഴിയുന്നൊരു പാതയത്തെ നെഞ്ചത്ത് ചെത്തുവെക്കാൻ ഇനി നമുക്ക് സമയമായില്ലെങ്കിൽ നമ്മുടെ പരലോകത്തേക്കുള്ള യാത്ര ശൂന്യമായ കയ്യുമായിട്ടാണ്. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, ഈ ശപിക്കപ്പെട്ട ലോകത്ത്, ഈ നശിച്ച ലോകത്ത്, എല്ലാം നഷ്ടപ്പെട്ട ലോകത്ത് കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്ത ഒരു വൈറസിന് ഒരായുസ് കൊണ്ട് കെട്ടിപ്പടുത്ത സാമ്രാജ്യത്തെ തകർത്ത് തരിപ്പണമാക്കാൻ കഴിയുന്ന ലോകത്ത്, കൂട്ടിവെച്ച സ്വപ്നങ്ങളല്ല ഒരു വൈറസ് തകർത്തെറിഞ്ഞ ലോകത്ത് നമ്മൾ കൽബ് കൊണ്ട് പറയണം, പെങ്ങളെ, ഇനി ഞങ്ങൾക്ക് സ്വപ്നങ്ങളില്ല. ഉണ്ടോ? ഇനി നമുക്ക് സ്വപ്നമുണ്ടോ? ഇനി നമുക്ക് സ്വപ്നമില്ല. ഇനി സ്വപ്നം, ഐ ഹാവ് എ ഡ്രീം, എനിക്കൊരു സ്വപ്നമുണ്ട്, അതെന്റെ ഹബീബിന്റെ മുഖം കാണാനാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ നമ്മുടെ ഹൃദയത്തെ പാകപ്പെടുത്തിക്കൂടെ? അങ്ങനെ നമ്മുടെ ഹൃദയത്തെ പാകപ്പെടുത്തിക്കൂടെ? ഇപ്പോഴും നിങ്ങളുടെ കൽബിലേക്ക് വന്നില്ല ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം? വന്നില്ലേ? വന്നവരൊക്കെ ഒന്ന് കൈപൊക്കിക്കെ നോക്കട്ടെ. ആ മാഷാ അല്ലാഹ്, ഒക്കെ മനുഷ്യന്മാരെ, എന്റെ പൊന്നു ഹബീബിങ്ങളെ നല്ലേ ഞാൻ വിളിച്ചത്. ഒന്ന് കൈപൊക്ക് മനുഷ്യന്മാരെ. അല്ലാഹു നമ്മളെ സ്വീകരിക്കട്ടെ. കൽബിലേക്ക് ഹബീബ് വന്നില്ലേ? സല്ലല്ലാഹു അലൈഹി വസല്ലം. കൽബിലേക്ക് ഹബീബ് വന്നാൽ പിന്നെ ഹബീബിന്റെ സ്വഭാവം ഉണ്ടാവണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. എന്താണ് ഹബീബിന്റെയും സഹാബത്തിന്റെയും സ്വഭാവം? ആ സ്വഭാവം ഖുർആൻ പറഞ്ഞത് ഒറ്റ വാക്കിൽ പറഞ്ഞ് ഇൻഷാ അല്ലാഹ് ഞാൻ അവസാനിപ്പിക്കാം. നമ്മളൊരു വലിയ ദുആ സമ്മേളനത്തിന് നമ്മൾ പ്രതീക്ഷിച്ചിരിക്കുകയാണ്. ആ പ്രതീക്ഷ ഈ കാലത്ത് നമ്മുടെ എല്ലാ പ്രയാസങ്ങളും മാറ്റിവെക്കാനുള്ള ഏറ്റവും വലിയൊരു നന്മയായി അല്ലാഹു സ്വീകരിക്കും.